ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കിച്ചൂസ് കുറുമ്പി. അപ്പോൾ ഇന്ന് രാവിലെ എണീറ്റപ്പോൾ മുതലുള്ള വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ചായയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇന്ന് ദോശമാവാണ്. അപ്പോൾ ദോശയൊക്കെ തിന്നണ സമയമാകുമ്പോഴത്തേക്ക് ഉണ്ടാക്കുള്ളൂ. അപ്പോൾ അതിന് മുമ്പ് ഞാൻ എപ്പോഴും പറയും പോലെ കറി ഉണ്ടാക്കി വെച്ചു കേട്ടോ. സാമ്പാറാണ്. കുക്കറിൽ ഞാൻ പെട്ടെന്നൊരു സാമ്പാർ ഉണ്ടാക്കി, അതും അവിടെ മാറ്റി വെച്ചു. പിന്നെ ചോറും റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനിപ്പോൾ ഈ കാണിക്കണത്, കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലായിരുന്നോ നമുക്ക് ചിക്കൻ ഉണ്ടായതുകൊണ്ട് അയിലമീൻ കൊണ്ടുവന്നത് ഫ്രിഡ്ജിൽ വെച്ചു എന്ന്. അപ്പോൾ അത് ഞാൻ രാവിലെ തന്നെ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം വെച്ചത് കൊണ്ട് തന്നെ നമുക്ക് ഐസ് അങ്ങനെ പോകാനുള്ളൊരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ അത് നന്നാക്കി എടുക്കാൻ വേണ്ടി പറ്റി. അപ്പോൾ ഞാൻ ആ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അതിൽ കുറച്ച് കറിയും വെക്കുന്നുണ്ട്, കുറച്ച് വറക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉലുവ ഇട്ടുകൊടുത്ത്, ഉലുവ പൊട്ടിയതിന് ശേഷം കറിവേപ്പിൻ്റെ ഇലയും പച്ചമുളക് ഇങ്ങനെ രണ്ടായിട്ട് ഇങ്ങനെ കീറിയതും പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതല്ല അരിഞ്ഞിട്ടത് കേട്ടോ. ഇതെല്ലാം കൂടെ നമ്മൾ എണ്ണയിലിട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ രാവിലെ ചില സമയത്ത് അങ്ങനെയാണല്ലോ, രാവിലെ എണീറ്റ് വരുന്നപ്പോൾ ഞാൻ അങ്ങനെ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചതല്ലായിരുന്നു കേട്ടോ. വീഡിയോ എടുക്കണില്ല എന്നാണ് വിചാരിച്ചത്. പിന്നെ എനിക്ക് തോന്നി എടുക്കാമെന്നുള്ളത്. അപ്പോഴത്തേക്കും ചായ ആയിട്ടുണ്ടായിരുന്നു, സാമ്പാറും ആയിട്ടുണ്ട്, പിന്നെ ചോറും ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ മീൻ കറിയും പിന്നെ മീൻ വറുത്തതും കൂടി ആയിക്കഴിഞ്ഞാൽ പിന്നെ ദോശ പിന്നെ മക്കൾ എണീക്കാനാവുമ്പോഴത്തേക്കും മതി കേട്ടോ. അപ്പോൾ ഞാൻ പൊടികളൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി മസാലപ്പൊടികളൊക്കെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ഇതിൻ്റെ ഒരു പച്ചമുളക് മാറി വന്നപ്പോഴത്തേക്ക് ഞാൻ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ഇട്ട് കൊടുത്തു. പിന്നെ മീൻ കറി വെക്കുമ്പോൾ ഞാൻ അങ്ങനെ മല്ലി അങ്ങനെ ഉപയോഗിക്കലില്ല കേട്ടോ. മുളക് പൊടി മഞ്ഞൾപ്പൊടി മാത്രമാണ് ഇട്ട് കൊടുക്കൽ. ഇനിയിപ്പോൾ മല്ലിപ്പൊടി ചിലപ്പോൾ ഒരു നുള്ള മല്ലിപ്പൊടി ഇട്ട് കൊടുക്കും, അധികം മല്ലിപ്പൊടി മാറ്റി നിർത്തലാണേ. അപ്പോൾ ഓക്കെ, പൊടികളൊക്കെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം ഒരു തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ചേർത്തു. തക്കാളിയും കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഞാനിവിടെ കുടംപുളി കഴുകിയിട്ട് ചൂടുവെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ മീൻ കറി വെക്കുമ്പോൾ കുടംപുളിയാണ് അധികം ഇടുന്നത്. കുടംപുളിയാണ് ഇവിടെ മീൻ കറി വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെക്കണം കേട്ടോ. മറ്റേ നാടൻ പുളിയൊക്കെ നമ്മൾ സാമ്പാർ അങ്ങനെ പുളി ഒഴിച്ച് കറിയൊക്കെ വെക്കുമല്ലോ, അതിലേക്ക് ഇടും. പിന്നെ ചിലപ്പോൾ ഒരു വാളംപുളി ഉപയോഗിച്ചിട്ട് ചിലപ്പോൾ മീൻ വെക്കാനൊക്കെ അങ്ങനെ ഒരു പുതിയ ആവുകയാണെങ്കിൽ അങ്ങനെയൊക്കെ വെക്കും. അധികം നമ്മൾ വെക്കണത് കുടംപുളി ഉപയോഗിച്ചിട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ കുടംപുളി എപ്പോഴും നമ്മൾ കഴുകിയിട്ട് ചൂടുവെള്ളത്തിൽ മീൻ കറി ഉണ്ടാക്കുന്നതിന് മുമ്പ് മീനൊക്കെ നന്നാക്കാൻ വേണ്ടി ഇരിക്കുന്ന സമയത്ത് തന്നെ കുടംപുളി നമ്മൾ കഴുകിയിട്ട് കുറച്ച് ചൂടുവെള്ളത്തിൽ ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലുള്ള പുളി പെട്ടെന്ന് ഇങ്ങനെ ഇറങ്ങി വരും കേട്ടോ. അപ്പോൾ വെള്ളം ആവശ്യത്തിന് കറിക്ക് വേണ്ട വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അടച്ച് വെച്ചിട്ട് തിളച്ചതിന് ശേഷമാണ് പിന്നെ മീൻ ഇട്ട് കൊടുക്കുക കേട്ടോ. ഈ കറി നന്നായിട്ടൊന്ന് തിളച്ച് വരണം, അതിന് ശേഷം നമ്മൾ മീൻ ഇട്ട് കൊടുക്കുക. പിന്നെ മീൻ വറക്കാനാണെങ്കിൽ ഞാനിവിടെ പിന്നെ വറക്കാൻ മസാല എന്തൊക്കെ എടുക്കണമെന്ന് വെച്ചാൽ വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറിയുള്ളിയും വലിയ ജീരകവും എല്ലാം കൂടെ നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും പിന്നെ ഒരു നുള്ള് വിനീഗർ ഉണ്ടല്ലോ അതോ അല്ലെങ്കിൽ നാരങ്ങ നീരുണ്ടെങ്കിൽ അതും കൂടെ ചേർത്തിട്ടാണ് മീൻ വറക്കാനുള്ള മസാല തയ്യാറാക്കുന്നത്. പിന്നെ കുരുമുളക് പൊടി ഇല്ലാത്തത് കാരണം ഇപ്പോൾ ഞാൻ കുരുമുളക് പൊടി ഉപയോഗിക്കണില്ല കേട്ടോ. അല്ലെങ്കിൽ കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കും. മീൻ വറക്കണതിലൊക്കെ കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ ഒന്നും കൂടെ ടേസ്റ്റ് ആയിരിക്കുമല്ലോ അല്ലേ. അങ്ങനെ നമ്മുടെ മീൻ കറിയൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ ആ കറി തിളച്ചതിലേക്ക് ഞാൻ മീൻ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇത് ഞാൻ തലഭാഗം ഒരു മീനിനെ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് അതിൻ്റെ വാൽഭാഗം ഞാൻ വറക്കാൻ വേണ്ടിയിട്ട് മസാല തേക്കാൻ പോണത്. ബാക്കിയുള്ള തലഭാഗമാണ് ഞാനിങ്ങനെ കറി വെച്ചത് കേട്ടോ. അപ്പോൾ മസാല ഞാൻ പറഞ്ഞല്ലോ ഇതിൽ എന്തൊക്കെയാണ് ചേർത്ത്, പിന്നെ വെളുത്തുള്ളി ഇഞ്ചി വലിയ ജീരകം ഉപ്പ് മഞ്ഞൾപ്പൊടി മുളകും പൊടി വിനാഗിരി സുറുക്ക ഉണ്ടല്ലോ, ഇത്രയും നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. വെളുത്തുള്ളിയും ഇഞ്ചി നമ്മളൊന്ന് അരച്ചെടുത്തു, ബാക്കി പൊടികളെല്ലാം ഒന്ന് മിക്സ് ചെയ്തു. കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ പൊടി ഇല്ലാത്ത കാരണമാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ മീനൊക്കെ വെക്കുമ്പോൾ എപ്പോഴും മീനും ചിക്കനൊക്കെ വെക്കുമ്പോൾ എപ്പോഴും കുറച്ചൊന്ന് എരിവ് വേണമല്ലോ അല്ലേ. എരിവില്ലെങ്കിൽ അതൊന്നും കഴിക്കാൻ തോന്നുന്നില്ല, കുറച്ച് എരിവ് വേണം അതിനൊക്കെ. അപ്പോൾ മസാലയൊക്കെ തേച്ചിട്ട് ഇത് ഏതായാലും കുറച്ച് സമയം ഇവിടെ ഇരിക്കട്ടെ കേട്ടോ, എന്നാലുള്ള മീനിക്കൊക്കെ മസാല നന്നായിട്ടൊന്ന് പിടിച്ചിരിക്കുക. അപ്പോൾ ആ സമയം കൊണ്ട് ബാക്കി മീനൊക്കെ രാവിലെ തന്നെ അടുക്കളയിൽ നന്നാക്കി കഴിഞ്ഞാൽ ആകെ അലങ്കോലായിട്ടുണ്ട് കേട്ടോ. ഇനി ഇവിടെയൊക്കെ സോപ്പ് ഉപയോഗിച്ച് കഴുകിയെടുക്കുക തന്നെ വേണം രാവിലെ തന്നെ ആയതുകൊണ്ട്.
പിന്നെ അയില മീനായതുകൊണ്ട് വലിയൊരു പണിയൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല സാമ്പാർ കുക്കറിലായിട്ട് ഞാനത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ മീൻകറി ഇതാ ഏകദേശം ഇവിടെ റെഡിയായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. മീൻ കറിയൊക്കെ വെക്കുമ്പോഴേ നമ്മളിങ്ങനെ സ്പൂണ് വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണേക്കാൾ എപ്പോഴും നല്ലത് ഒരു ചട്ടി വെച്ച് ഇങ്ങനെ ചുറ്റിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അത് ഒരു തുണി ഉപയോഗിച്ച് പിടിച്ചിട്ട് അങ്ങനെ ചുറ്റിച്ച് കൊടുക്കുകയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ മീനൊന്നും അങ്ങനെ പെട്ടെന്ന് ഉടഞ്ഞു പോവില്ല. അപ്പോൾ ഞാൻ മീൻ കറി ആയപ്പോൾ അതുകൊണ്ട് മാറ്റി ഇപ്പുറത്തെ അടുപ്പത്തേക്ക് വെച്ചിട്ട് ദോശ ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങുകയാണ് കേട്ടോ. മക്കളൊക്കെ എണീറ്റ് വന്ന് പല്ലേക്കാനൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും ഞാൻ ആദ്യം നമ്മൾ ചായക്ക് കടി ഉണ്ടാക്കുന്നതിന് മുന്നേ കറിയാണ് ഉണ്ടാക്കി വെക്കും കേട്ടോ. കറിയും ചായയും ഉണ്ടാക്കി വെക്കും. അപ്പോൾ നമുക്ക് പിന്നെ കടി അങ്ങനെ അവർക്ക് ചൂടോടെ കൊടുക്കാമല്ലോ എന്ന് വിചാരിക്കും. പിന്നെ ദോശ ഇവിടെ തണുത്ത് കഴിഞ്ഞാൽ ആർക്കും പോകില്ല കേട്ടോ. അതൊക്കെ പിന്നെ ഓരോരുത്തർ എണീറ്റ് വരുമ്പോൾ ചൂടോടെ അങ്ങനെ തിന്നണതാണ് ഇഷ്ടം. അപ്പോൾ അങ്ങനെ ദോശയൊക്കെ ചുട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. സാമ്പാർ ഉണ്ടാക്കിയത് ഞാനെന്നാൽ ചോറിക്കും കൂടെ ആയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് സാമ്പാർ ഉണ്ടാക്കിയത് കേട്ടോ. പിന്നെയാണ് എനിക്ക് മീനിൻ്റെ ഓർമ്മ ഉണ്ടായത്. കാരണം തലേദിവസം നമ്മൾ ചിക്കൻ ഉള്ളതുകൊണ്ട് തന്നെ മീൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണല്ലോ ചെയ്തത്. പിന്നെ മീനൊന്നും ഒരുപാട് ദിവസം ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ ഉണ്ടാക്കിയാൽ ആ ഒരു ടേസ്റ്റ് എന്തായാലും ഉണ്ടാവില്ല. നമ്മൾ ആ കൊണ്ടുവന്ന ദിവസം തന്നെ മീൻ കറി പിന്നെ അന്ന് പിന്നെ ഞാൻ എന്താണെന്നറിയോ ഇതിനൊക്കെ ചിക്കനൊക്കെ ഉണ്ടായതുകൊണ്ടാണ് പിന്നെ അത് ഉണ്ടാക്കാതിരുന്നത്. ശരിക്ക് കുടംപുളിയൊക്കെ ഇട്ട് കറി വെക്കുകയാണെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം കഴിക്കുമ്പോഴാണ് ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാവുക അല്ലേ. അപ്പോൾ അത് മീൻ കറിയൊക്കെ നല്ല കറിയൊക്കെ നല്ല വറ്റി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ മീൻ വറക്കണം. ദോശയൊക്കെ ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം വേണം മീൻ വറക്കാൻ കേട്ടോ. ചോറൊക്കെ ഞാനവിടെ ഊറ്റി വെച്ചിട്ടുണ്ട്. ചോറ് വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അവിടെ ഊറ്റി വെച്ചു. ഇനി ആവശ്യത്തിനുള്ള മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. ഒരാൾക്ക് 2 എണ്ണം വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ. കാരണം കൂടുതലായിട്ട് ആർക്കും വേണ്ടില്ല. കിച്ചുമോൾ ഒന്നേ തിന്നുള്ളൂ. ചിലപ്പോൾ ഒരു എന്താ പറയുക നല്ലൊരു ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ 2 എണ്ണമൊക്കെ വന്ന് തിന്നും. അധികം ഒന്നൊക്കെയുള്ളൂ കിച്ചുമോൾക്ക് പോവുക. പിന്നെ തത്തയാണെങ്കിൽ 2 എണ്ണം, അതിൽ കൂടുതൽ തത്തയും കഴിക്കൊന്നുമില്ല. അപ്പോൾ ബാക്കിയുള്ള ദോശമാവ് ഞാൻ പിന്നെ അവിടെ മാറ്റി വെക്കും. ചിലപ്പോൾ ഈവനിങ്ങിൽ വല്ല പഴമൊക്കെ വാങ്ങിയാൽ പഴംപൊരി ആയിട്ട് ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. ദോശമാവൊക്കെ ബാക്കി ഉണ്ടാകുമ്പോഴേ അതിലേക്ക് കുറച്ച് മൈദപ്പൊടിയോ അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയും കൂടെ നമ്മൾ ഇട്ട് കൊടുത്തിട്ട് എന്തെങ്കിലും ഈവനിങ് സ്നാക്സ് ആയിട്ടൊക്കെ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ കുട്ടിയൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യും. അങ്ങനെ മാവുണ്ടെങ്കിൽ. അതല്ലെങ്കിൽ വൈകുന്നേരത്ത് ചിലപ്പോൾ സ്കൂൾ വിട്ട് വരുമ്പോൾ പറയും അമ്മ വലിയ ദോശ ഉണ്ടാക്കി താ അമ്മ എന്ന് പറയും. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യും കേട്ടോ. പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് ദോശ ഉണ്ടാക്കുകയാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. ക്യാരമൽ ദോശ അല്ലേ, പഞ്ചസാര നമ്മൾ മുകളിൽ കൂടെ ഇട്ടിട്ട് ഉണ്ടാക്കുമല്ലോ ക്രിസ്പായിട്ട്. അങ്ങനെ ഉണ്ടാക്കണത് ഇഷ്ടമാണ് കേട്ടോ അവർക്ക്. നല്ലൊന്നും കൂടെ വലുതാക്കി ഈ പാനിൻ്റെ അത്രയും വലുപ്പത്തിന് ഉണ്ടാക്കിയിട്ട് ക്യാരമൽ ദോശ ഉണ്ടാക്കുക. അത് ഭയങ്കര ഇഷ്ടമാണ്. അതിങ്ങനെ വെറുതെ കഴിക്കാനും ടേസ്റ്റാണ് അല്ലേ. ചായേൻ്റെ കൂടെ ഇങ്ങനെ കട്ടൻ ചായേൻ്റെ കൂടെ ഇങ്ങനെ കഴിക്കാൻ വേണ്ടി നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് വേണ്ട ദോശയൊക്കെ ഉണ്ടായി കഴിഞ്ഞു. ബാക്കിയുള്ള മാവ് ഞാൻ എടുത്ത് വെച്ചു കേട്ടോ. അവിടെ തന്നെ ഉണ്ട്. ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചിട്ടില്ല, മാറ്റിയുടെ വെച്ചിട്ടുണ്ട്. പിന്നെ അതാ വേറൊരു പാൻ എടുത്ത് വെച്ചു. എണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് വെളിച്ചെണ്ണ കേട്ടോ ഞാൻ ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ മീനും കൂടെ വറുക്കാൻ വെക്കുകയാണ്. പിന്നെ ഞാൻ ബീൻസ് കൊണ്ടൊരു തോരനും കൂടെ ഉണ്ടാക്കി കേട്ടോ. അതും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ബീൻസ് നമ്മൾ നാളികേരൊക്കെ ചെറിയിട്ടിട്ട് തോരൻ ഉണ്ടാക്കുമല്ലോ. അപ്പോൾ അതിങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ബീൻസ് തോരനും സാമ്പാറാണ് കുട്ടികൾക്ക് കൊടുത്തയക്കണത്. അപ്പോൾ ഏതായാലും ഇന്നത്തെ കറികളൊക്കെ റെഡിയായി. മീൻ വറുക്കലും കറി വെക്കലും എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്തായാലും ഈ ഗ്യാസ് ഒന്ന് ക്ലീൻ ചെയ്തിടാതെ പറ്റൂല. കാരണം രാവിലെ തന്നെ മീനാണല്ലോ ഉണ്ടാക്കിയത്. അപ്പോൾ എന്തായാലും സോപ്പൊക്കെ ഉപയോഗിച്ചിട്ട് ഇവിടേക്ക് ഒന്ന് കഴുകിയെടുക്കട്ടെ കേട്ടോ. മീനൊക്കെ രാവിലെ ഉണ്ടാക്കുകയാണെങ്കിൽ രാവിലെ അല്ല എപ്പോഴും ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിലും അതുകൊണ്ട് പിന്നെ ശരിയാക്കലൊക്കെ കഴിഞ്ഞാലേ കറി വെക്കലും വറക്കലൊക്കെ കഴിയുമ്പോഴത്തേക്കും ഇവിടെ ഈ വോളിലൊക്കെ നമ്മൾ എണ്ണ ഒക്കെ തെറിച്ചിട്ടുണ്ടാവും. ഓയിലും പൊടികളെല്ലാം ആയിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീനായി കിട്ടണമെന്നുണ്ടെങ്കിൽ പിന്നെ സോപ്പ് ഉപയോഗിച്ചിട്ട് തന്നെ വൃത്തിയാക്കണം. അപ്പോൾ ഞാൻ ആ പിന്നെ എന്താ പറയുക ലിക്വിഡ് ഉണ്ടല്ലോ വിമ്മിൻ്റെ ലിക്വിഡ് ഉപയോഗിച്ചിട്ട് ആ വോൾ ടൈലും അവിടെ ഒന്ന് കഴുകിയെടുത്തു. പിന്നെ ഗ്യാസും കഴുകിയെടുത്തു. എന്നാൽ തന്നെ ഒരു സമാധാനം ഉണ്ടാവുള്ളൂ കേട്ടോ. വെറുതെ തുടച്ച് പോയാലൊരു സമാധാനം കിട്ടില്ല. കാരണം ഒരു സ്മെല്ലുണ്ടാവും. അപ്പോൾ ഇങ്ങനെ പിന്നെ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സമാധാനമാണല്ലോ. അടുക്കളയ്ക്ക് വരുമ്പോഴത്തേനും നല്ലൊരു വൃത്തി ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യട്ടെ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളെന്ന് പറയാൻ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാനും മറന്നു പോകരുത്. കൂടാതെ എന്നും പറയുന്ന പോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.
അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ, ബൈ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്. ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇന്നത്തെ അടുത്ത വിശേഷങ്ങൾ നോക്കി തന്നെയാണ്.